പണ്ടൊരു ഗ്രാമത്തിൽ മീനാക്ഷിയും രാജനും ജീവിച്ചിരുന്നു. അവളുടെ അമ്മ മരിച്ചുപോയിരുന്നു. രാജൻ രണ്ടാമത് വിവാഹം കഴിച്ചതായിരുന്നു പുഷ്പ എന്ന സ്ത്രീയെ. അവൾ ദുഷ്ടയും ക്രൂരത്തെയുമായിരുന്നു. ഒരു ദിവസം മീനാക്ഷി പണികളെല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങുകയായിരുന്നു. എടി മീനാക്ഷി, വേഗം എഴുന്നേൽക്കടി, കുറേ ജോലികളുണ്ട്. വേഗം പോയി ജോലിയെടുക്ക്. നിന്നെ ഇന്ന് ഞാൻ കാണിച്ചു തരാം. എന്താ അമ്മേ, ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? പണികളെല്ലാം കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ കിടന്നുറങ്ങിയതേ ഉള്ളൂ. തർക്കുത്തരം പറയുന്നോടി. അപ്പോൾ രാജൻ അങ്ങോട്ട് വന്നു. എന്താ അമ്മയും മോളും കൂടി സംസാരിക്കുന്നത്? പുഷ്പേ, നീ എന്റെ ഭാര്യ ആയത് എന്റെയും മോളുടെയും ഭാഗ്യമാണ്. അങ്ങനെ രാജൻ ജോലിക്കു പോയി. രാജൻ പോയി കഴിഞ്ഞപ്പോൾ പുഷ്പയുടെ കാമുകൻ അങ്ങോട്ട് വന്നു. രവി, എൻ്റെ ഭർത്താവ് എന്തൊരു മണ്ടനാണ്. എന്നെ ഭയങ്കര വിശ്വാസമാണ്. അച്ഛൻ ഇങ്ങ് വരട്ടെ. അച്ഛൻ വന്നാൽ ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും. രവി, നമുക്ക് ഇവളെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാം. വല്ല മൃഗങ്ങളും തിന്നോളും. അങ്ങനെ അവർ അവളെ കാട്ടിൽ ഉപേക്ഷിച്ച് വീട്ടിലേക്കു മടങ്ങി. അങ്ങനെ അവൾ അവിടെ കുറെ നേരം നിന്നു. രാത്രിയായപ്പോൾ വിശപ്പും ദാഹം സഹിക്കാൻ വയ്യാതെ അവൾ കിടന്നുറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരമ്മൂമ്മ വന്ന് അവളെ വിളിച്ചുണർത്തി. മോളെ, എണീക്കു മോളെ. അങ്ങനെ അവൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. മോളെ, നീ ഇങ്ങനെ ഇവിടെ നിൽക്കല്ലേ. നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വായോ. ഞാനും ഒറ്റയ്ക്ക് ഈ കാട്ടിൽ താമസിക്കുന്നതാണ്. അങ്ങനെ അവർ അവരുടെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം രാജൻ വന്നപ്പോൾ മീനാക്ഷിയെ കാണാനില്ല. രാജൻ അവിടെ കുറേ നേരം അന്വേഷിച്ചു നടന്നു. എങ്ങും മീനാക്ഷിയെ കണ്ടില്ല. പുഷ്പേ, എന്റെ മോള് എവിടെ? അവളെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. അതോ, ഒരു മൃഗം വന്ന് കുറേ കുട്ടികളെ പിടിച്ചോണ്ട് പോയി. കൂട്ടത്തിൽ മീനാക്ഷിയെയും കൊണ്ടുപോയി. എൻ്റെ മോളെ എന്ത് ചെയ്തോ ആവോ. പിറ്റേ ദിവസം രാജൻ ജോലിക്കു പോയി. അവന്റെ മനസ്സ് ശരിയല്ലാത്തത് കൊണ്ട് അവൻ വേഗം വീട്ടിലേക്ക് വന്നു. രവി, നമുക്ക് ഈ സ്വർണം കൊണ്ടുപോയി വേറൊരു രാജ്യത്ത് സുഖമായി ജീവിക്കാം. മീനാക്ഷിയെ കൊന്നതുപോലെ രാജനെയും നമുക്ക് കൊല്ലാം. ഇതെല്ലാം കേട്ടുകൊണ്ട് രാജൻ അങ്ങോട്ട് വന്നു. നീയാണ് എന്റെ മോളെ കൊന്നത് അല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ രാജൻ അവർ രണ്ടുപേരെയും കൊന്ന് വീടിന് തീയിട്ടു. എങ്ങോട്ടൊന്നില്ലാതെ രാജൻ അവിടെ നിന്ന് പോയി. കുറെ പോയപ്പോൾ മീനാക്ഷിയെ ഉപേക്ഷിച്ച കാടിനടുത്തെത്തി. മുത്തശ്ശി, മുത്തശ്ശി, നമുക്ക് കളിക്കാം. എന്റെ മോളുടെ സൗണ്ട് അല്ലേ ഞാൻ കേട്ടത്? എന്റെ മോള് ജീവിച്ചിരിപ്പുണ്ട്. രാജൻ അങ്ങോട്ട് വേഗം നടന്നു. അങ്ങനെ രാജൻ മീനാക്ഷിയെ കണ്ടുമുട്ടി. രാജൻ മുത്തശ്ശിയോട് നന്ദി പറഞ്ഞ് രാജനും മീനാക്ഷിയും അവിടെ നിന്ന് പോയി. മുത്തശ്ശി നിറകണ്ണുകളോടെ അവരെ കുറെ നേരം നോക്കി നിന്നു.